വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുള്ള തൃപ്പൂണിത്തുറക്കാണ്. ഞങ്ങൾക്ക് 8 പേരുടെ ടിക്കറ്റിന് അവർ ഈടാക്കിയത് 400 രൂപയാണ്. ഓക്കെ, തൃപ്പൂണിത്തുറ സ്റ്റേഷൻ പോയിട്ടൊന്ന് കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇവർ ഈ പെൺകുട്ടി കുട്ടി ഇത്ര വലിപ്പമുള്ള കുട്ടിക്ക് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാമത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഓരോരുത്തർക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടിയാണ് പറഞ്ഞത് ഓരോരുത്തർക്ക് ഈ ചെറിയ കുട്ടിക്ക് ടിക്കറ്റ് ഇതിൻ്റെ മോൾക്കും ഹൈറ്റ് ചെക്ക് ചെയ്തിട്ടാണ് ടിക്കറ്റ് വേണോ വേണ്ടോ തീരുമാനിക്കുന്നത്. അപ്പോൾ ഓളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ഞങ്ങൾ തൃപ്പൂണിത്തുറ ഭാഗത്തേക്കും ആലുവ ഭാഗത്തേക്കുമാണ് ഉള്ളത്. അപ്പോൾ തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റെപ്പിൻ്റെ കോണി കയറാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സ്റ്റെപ്പിൻ്റെ കോണി കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പിൻ്റെ കോണിയല്ല, എലവേറ്ററോ, അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാവരും ഉണ്ട് ഒപ്പം കൂടെ. ഞങ്ങൾ തൃപ്പൂണിത്തുറ ഭാഗത്തേക്കുള്ളതിലാണ് കാണുന്നത്. തൃപ്പൂണിത്തുറ ഭാഗത്തുള്ളതാണ് കുറച്ചുകൂടി ഭംഗി എന്നെല്ലാവരും പറഞ്ഞിട്ട് ആ ടിക്കറ്റ് അവിടേക്കുള്ള ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് പ്ലാറ്റ്ഫോമിൻ്റെ ഈ വഴി. ഇതാണ് പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഒരു വഴി. ഇവിടെ മഞ്ഞ ലൈന് കാണുന്നുണ്ട്. ഈ മഞ്ഞ ലൈനിൻ്റെ അപ്പുറത്തേ നിൽക്കാൻ പാടുള്ളൂ, അപ്പുറത്തേക്ക് കിടക്കാൻ പാടില്ല. കുട്ടികളൊക്കെ വരുന്നതിന് സെക്യൂരിറ്റിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അതേപോലെ ഇതേപോലെ ഇങ്ങനെ കാണിക്കും ഇപ്പോൾ സമയം എത്രയാണെന്നും. തൃപ്പൂണിത്തുറ ടെർമിനലിലേക്ക് ഇനി 4 മിനിറ്റ് കൂടുമ്പോഴാണ് വണ്ടി ഉള്ളത് എന്നുള്ളതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നല്ല തിരക്കാണെന്ന്. എനിക്ക് സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. നല്ല തിരക്കാണ്. നല്ല ജനങ്ങൾ ഈ ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ മെട്രോയിൽ കയറി വെറുതെ ഇങ്ങനെ പോകട്ടോ. ഇല്ല ബാബാനടുത്ത് പോണോ? മെട്രോയില്ലേ? ഈ പോയില്ലേ? ഇതാ ട്രെയിന് ഇങ്ങനെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രെയിൻ വരുന്ന ഒരു വെളിച്ചം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ട്രെയിൻ. ഇത് ട്രെയിനിൻ്റെ ഉള്ളിലുള്ള ദൃശ്യമാണ്. നല്ല റഷാണ്, ഭയങ്കര റഷാണ് ട്രെയിനിൻ്റെ ഉള്ളിൽ. ഞായറാഴ്ച ആയിട്ടാണെന്നാണ് പറഞ്ഞത്. ഭയങ്കര തിരക്കാണ്. നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അടുത്ത സ്റ്റേഷൻ ഏതാണ്. നമുക്കിവിടെ ഇങ്ങനെ എഴുതി കാണിക്കും അടുത്ത സ്റ്റേഷൻ ഇന്നതാണ്, JLL സ്റ്റേഡിയം. ഇതേപോലെ ഓരോ സ്റ്റേഷന് വരുന്ന സമയത്ത് എഴുതി കാണിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ തൃപ്പൂണിത്തുറ എവിടെയെന്ന് വെച്ചാൽ ഇറങ്ങിയാൽ മതി. പക്ഷേ ഈ ട്രെയിനെ സംബന്ധിച്ച് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറ.